ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങോട്ടാ പോണത് എല്ലാവരും കൂടെ വീടൊക്കെ പൂട്ടിയിട്ട്? എവിടെ പോണ്? പെരിന്തൽമണ്ണ. ഗെയ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ അലമോളുടെ ആദ്യത്തെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവാണല്ലേ? ഓക്കെ, അപ്പോൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ റിസോർട്ടിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ 4 ആൾ നമ്മുടെ കാറിലുണ്ട്. പിന്നെ അതേ ബേക്കിൽ അളിയൻ വരുന്നുണ്ട്. അപ്പോൾ അവരുതായി കാറിലുണ്ട് കേട്ടോ. ആ കാറിൽ അവർ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടി പെരിന്തൽമണ്ണയിൽ എവിടെ വെച്ചിട്ടാണ്? എക്സൈറ്റർ റിസോർട്ടിലല്ലേ? അവിടെ വെച്ചിട്ടല്ലേ പരിപാടി? എക്സൈറ്റർ റിസോർട്ടിൽ വെച്ചിട്ടാണ് പരിപാടി. ഇനിയിപ്പോൾ വേറൊരു കാര്യം, ഒരു കമൻറ്റ് ഇപ്പോൾ വരും, മുന്നേ ഞാൻ പറയാം. ഇനിയിപ്പോൾ വാപ്പാനെയും ഉമ്മനെയും ബേക്കിലിരുത്തി ചക്കര എന്തേ മുന്നിലിരുത്തി എന്നൊക്കെ ചോദിക്കും. എന്താ ഇപ്പോൾ പറയാനുള്ളതിൽ? അതായത് നമ്മൾ അങ്ങോട്ട് പോകുന്ന കൊടുകുത്തി മലയിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഫുള്ള് കട്ടറും അതേപോലെ തന്നെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മുന്നിലാണ് സാധാരണ ഏതൊരു കാറിനെ സംബന്ധിച്ച് മുന്നിലാണ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ. അപ്പോൾ അത് കാരണം അതാണ് രണ്ടാൾക്ക് എന്തായാലും മുന്നിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ റോഡ് കുറച്ച് മോശമായതുകൊണ്ട് എന്ത് ചെയ്യാണ്, മുന്നിലിരുത്താണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആരും അതിനൊന്നും പറയാൻ നിൽക്കല്ലേ. ഓക്കെ, അപ്പോൾ ഏതായാലും ഒരു പ്രോബ്ലം ഇല്ല, എവിടെ ഇരുന്നാലും മതി അല്ലേ? എവിടെ ഇരുന്നാലും എത്തുന്ന സ്ഥലത്ത് എത്തുക, ഒരു കുഴപ്പമില്ലാതെ എത്തുക. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ അത് സമയം 1:15 നമ്മളൊരു ഏകദേശം ഒരു 3 മണിയൊക്കെ 3 മണി 4 മണി ടൈമിലാണ് പരിപാടി ഫംഗ്ഷന് സെറ്റ് ചെയ്തേക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ച് പോകുന്നുള്ള രീതിയിലാണ് നമ്മൾ അപ്പോൾ ഈ ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതില്ല. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് കുട്ടപ്പനായിട്ട് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. എന്നാലും പോയൊക്കെ നമുക്ക് ഇൻഷാല്ലാ. ഏതായാലും നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ പരിപാടി കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിയ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ നമ്മളതിൽ കാണിച്ചിട്ടില്ല, ഒരു സർപ്രൈസ് വീഡിയോ ആണത്. കാണിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പിന്നെ അതിനൊരു വാല്യൂ ഇല്ലല്ലോ. വാല്യൂ ഉണ്ട്, പക്ഷേ ആ ഒരു ഓളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ അത് ആ വീഡിയോയിൽ കാണിക്കാത്തതാണ്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഈ ഒരു വീഡിയോയിൽ അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏതായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൂത കഴിഞ്ഞില്ലേ? തൂത കഴിഞ്ഞപ്പോൾ തൂതയിലൊന്ന് വണ്ടി നിർത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംഭവം എന്ന് വെച്ചാൽ സാധനം ഒരു ചെറിയ സാധനമാണ്, പക്ഷെ അതിൻ്റെ പങ്ക് എന്ന് പറഞ്ഞോണ്ടല്ലോ ഭയങ്കര പങ്കാണ് നമ്മുടെ ലൈഫിൽ തരണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ സാധനം അത് പിന്നെ മാനം വേണമെന്നുണ്ടെങ്കിൽ ആ സാധനം എന്തായാലും വേണം. അങ്ങനെ പറയില്ല, നാൾക്കാർ വിചാരിക്കും സദ്യയാണെന്ന് എന്തേലും പറയില്ല ചക്കര. അതങ്ങനെയല്ല കേട്ടോ. അതായത് സംഭവം എന്ന് വെച്ചാൽ ഒരു കയറാണെങ്കിലും മതിയാവും. അല്ല, ഇത് വേറെ എവിടെയാണ് വീട്ടിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതായാലും കെട്ടിക്കൊണ്ടുപോയി. ഇതിപ്പോ ബർത്ത്ഡേ പരിപാടിക്കുമ്പോൾ വാഴവള്ളിയും കെട്ടിക്കൊണ്ടുപോയിട്ടേ ആകെ 4 അതിൽ കേസ് സംഭവം വേറെ നല്ലൊരു ബെൽറ്റ് മറന്നു കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനത് ബെൽറ്റ് വാങ്ങാൻ വേണ്ടി അങ്ങനെ തൂത് ഇറങ്ങിയതാണ്. അങ്ങനെ ബെൽറ്റൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കേസ് അങ്ങനെ നമ്മൾ എക്സൈറ്റർ റിസോർട്ട് എത്തിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ലേറ്റായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തടി ലോറി വന്നിട്ട് അല്ലേ, അങ്ങനെ തടി ലോറി ഒന്ന് ഡ്രോപ്പായി. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചൊരു ഒന്ന് വഴുകിയതാണ്. അപ്പോൾ ഏതായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നേരെ ഇങ്ങോട്ട് കയറാം. പീസ് അങ്ങനെ നമ്മൾ റിസോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. റിസോർട്ടിലെത്തി നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല ചൂടുണ്ട്, പിന്നെ അതേപോലെ തന്നെ കാറ്റും ഉണ്ട്. മഴക്കാറ് കാര്യങ്ങളൊന്നും ഇങ്ങനെ കാണാനില്ല, തെളിഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ നല്ല കാറ്റുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ മഞ്ഞൊക്കെ ഇറങ്ങും തോന്നുന്നു. ഹേയ് ബർത്ത്ഡേ ഗേൾ, ബർത്ത്ഡേ ഗേൾ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു റീ, താങ്ക് യു റീ. ടാറ്റാ 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 ബൈ ബൈ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, കയ്യോട്ടി കൊടുക്കും. പിന്നെ കയ്യോട്ടി കൊടുക്കേ നോട്ടെ. നാക്ക് നീട്ടണ്ടീ, കയ്യോട്ടി കൊടുക്കേ. ഇത് കാറ്റില്ലേ? നല്ല കാറ്റില്ലേ? നല്ല അടിപൊളി കാറ്റുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല കാറ്റുണ്ട് എന്നൊക്കെ പറയണം. എന്നാൽ പിന്നെ ഇവിടെ കൂടിക്കോളി, ചേച്ചി നാട്ടിൽ പോണ്ട. അപ്പോൾ ഉള്ളോട്ടിരുന്നോളി. ഗെയ്സ് അങ്ങനെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണില്ലേ ചക്കരെ? അപ്പോൾ ചക്കരത് അവിടെ നിൽക്കുന്നുണ്ട്. ഞാനതാ ഡ്രസ്സൊക്കെ ചെയ്ത് ഇവിടെ ഉണ്ട്, ഉമ്മയപ്പൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ വലുത് അവിടെ ഫോട്ടോസൊക്കെ എടുക്കണം. അവർക്കതേ അലമോളും പിന്നെ അളിയനും സീനൊക്കെ അതാ ഒരുങ്ങിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ,
സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു ഹാപ്പിനെസ് മൊമെന്റ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് എല്ലാരെയും ഒത്തിരി സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് താഴേക്ക് എത്തണമെന്ന് അറിയിക്കുകയാണ്. പ്ലീസ് എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാം, ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള ടൈം ഉണ്ട്. അപ്പോൾ നമ്മുടെ പനിനീരിൽ പൂവഴകാണ് പെരിയോനീകിയ നിധിയാണ് തഞ്ചം ഇടനെഞ്ചിൽ കൊഞ്ചും മുത്തഴകൊത്തോളേ ആലേഹാനോഫൽ മോളെ അഴകേറും മരുമനിലാവേ കുഞ്ഞതരം പുഞ്ചിരി പൊഴിയും കൺകുളിരായില്ലേ അഹദിൽ ശുക്രോതും നീ ഒന്നാം പിറന്നാൾ വന്നേ ആശംസഗീതം പാടം അമ്മയുടെ കരളേ ആരോമൽ പൂമുല്ലേ അനുഗ്രഹമായി വന്നില്ലേ മമ്മയുടെ കൺമണിയെ നീ കരളിൽ കുളിരല്ലേ പനിനീരിൽ പൂവഴകാണ് പെരിയോനീകിയ നിധിയാണ് തഞ്ചം ഇടനെഞ്ചിൽ കൊഞ്ചും മുത്തഴകൊത്തോളേ ആലേഹാനോഫൽ മോളെ അഴകേറും മരുമനിലാവേ കുഞ്ഞതരം പുഞ്ചിരി പൊഴിയും കൺകുളിരായില്ലേ കിളിക്കൊഞ്ചൽ കാണാൻ രസമാം അലുമോളെ എന്നുയിരേ ഉമ്മാന്റെ പൂങ്കരളല്ലേ വദനം മതിരസമല്ലേ പിറന്നാളിൻ പൊലിവിലുമിന്നേ മധുരങ്ങൾ പകരുന്നേ പുത്തനോടുപ്പിൽ മോള് മധുമാസപ്പൂവല്ലേ അലമോളെ കുഞ്ഞുമലരേ അനവേകിയനമത്തല്ലേ ഹൃദയത്തിൽ അലകൾ തീർക്കും നേർമാർഗം നീ പുലുകേണം സ്നേഹത്തിൻ തണലാവേണം തിരുദൂതർ കാട്ടിയവരെയും തെല്ലും പതരാതെ കുഞ്ഞുമൊഴികൾ അതിശയമേറെ മനകാരില്ലാതെ പത്തിൽ തലമോൾ വന്നില്ലേ ഇന്ന് അകതാരില്ല ജവാല് പിരിശം ചൊരിയുന്നേ ഇന്ന് പിറന്നാളിൽ സന്തോഷത്തിൽ പനിനീരിൽ പൂവഴകാണ് പെരിയോനീകിയ നിധിയാണ് തഞ്ചം ഇടനെഞ്ചിൽ കൊഞ്ചും മുത്തഴകൊത്തോളേ ആലേഹാനോഫൽ മോളെ അഴകേറും മരുമനിലാവേ കുഞ്ഞതരം പുഞ്ചിരി പൊഴിയും കൺകുളിരായില്ലേ അഹദിൽ ശുക്രോതും നീ ഒന്നാം പിറന്നാൾ വന്നേ ആശംസഗീതം പാടം അമ്മയുടെ കരളേ അനുഗ്രഹമായി വന്നില്ലേ മമ്മയുടെ കൺമണിയെ നീ കരളിൽ കുളിരല്ലേ പനിനീരിൽ പൂവഴകാണ് മുത്തഴകൊത്തോളേ മോൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി. ശരിക്കും ഞാനും ഓളും പാടെ പാടേണ്ടത്, ഓൾക്ക് എന്തോ ഇന്നലെ പാടാൻ പറ്റിയില്ല. എന്തായാലും അടുത്തൊരു കുട്ടിക്ക് ഇതേമാതിരി പാട്ടൊക്കെ പാട്ട് തരാം.
അപ്പോൾ വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇതിൻ്റെ അളിയൻ്റെ ഫാമിലിയാണ്, അതായത് ചക്കരയുടെ ഭർത്താവാണ്. ഏകദേശം ഇവരിത്ര ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇവർക്ക് നല്ല സ്നേഹത്തിന് നല്ല അടുപ്പാണ് കേട്ടോ. അതാണ് കല്യാണം കഴിച്ചത്. എന്തായാലും ഉമ്മ ഉപ്പ പിന്നെ നമുക്ക് നെജിലിന്റെ ഒരു മനോഹരമായിട്ടുള്ള സോങ്ങിലേക്ക് എടുക്കാം. ബദറുൽ മുനീറിന്റെ ചേലില് ബദറുൽ മുനീറിന്റെ ചേലില് ബദറോളി ഉത്തരവനാണവൻ ബദിരീങ്ങളെ പെറ്റ നാട്ടില് ബഹ്റലയും നീന്തി പോയവൻ ബദിരീങ്ങളെ നീന്തി പോയവൻ ലൈല മജ്നൂവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂടുന്ന കാറ്റിലെ കണ്ടുപോ നീ യാമാരനെ കണ്ടുപോ നീ യാമാരനെ. റിസോർട്ടിൽ വന്നിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള പാട്ടാണ് നമ്മൾ ആസ്വദിച്ചത്. നല്ലൊരു കൈയടി. അപ്പൊ നമ്മുടെ മുട്ടിപ്പാട്ട് ടീം റെഡിയാണ്, സെറ്റാണ്. പ്ലീസ് നമുക്ക് ഒരു പാട്ട് കൂടെ കേട്ടാലോ? ചേരും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിമാരത്താരം പെണ്ണിൽ വെയിൽ മിന്നാണേ താരം നിന്നെ കണ്ടാൽ അമ്മും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോലും വച്ചാനേ ചുണ്ടാലും ശീലേ രണ്ടാലും കൂടുമ്പോ കൊണ്ടാടണ്ടേ കൊണ്ടാട്ട ചേലാട്ട നല്ലാട്ടക്കാരി കൊട്ടി കാത്തിരിക്കും നേരം വന്നേ ചില്ലം ചില്ലാല ചില്ലം 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 ചില്ലാല ചില്ലം 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 താരം പെണ്ണിൽ വെയിൽ മിന്നാണേ താരം നിന്നെ കണ്ടാൽ അമ്മും ചില്ലം 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 ചില്ലാല ചില്ലം 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 ചില്ലാല ചില്ലം ചില്ലാല കാന്താ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാം നെജിലിന്റെയും ബേബിന്റെയും കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സമയമാണ്. ഇനി ഓരോ ഫാമിലി ആയിട്ട് വന്ന് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാനുള്ള സമയമാണ്. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഷാജഹാൻ ഖാന്റെ 1 മില്യൺ സെലിബ്രേഷൻ ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തരെ ആയിട്ടും ഓരോ ഫാമിലി ആയിട്ടും ഇൻവൈറ്റ് ചെയ്യുകയാണ്. മുഷ്രിഫ് ആദ്യം നമുക്ക് ഷാജഹാൻ ആൻഡ് ഫാമിലിയെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ?
അപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. തീർച്ചയായും നൗഫൽക്കും അതേപോലെ തന്നെ നമ്മുടെ ഷാജഹാനും ചേർന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു ഒത്തുകൂടൽ, ഒരു ഗെറ്റ് ടുഗദർ നമുക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പലരും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ട്. യെസ്, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഇപ്പോഴാകും. പലരും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അതെ, തീർച്ചയായും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സപ്പോർട്ടും എന്നും ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ സംഘടിപ്പിച്ച് നമ്മുടെ നൗഫൽ കാക്കും അതേപോലെ തന്നെ ഷാജഹാനും നല്ലൊരു കയ്യടി എല്ലാവരും കൂടി ചേർന്നിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഷാജഹാൻ ഖാൻ തന്നെ പ്ലീസ് എല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു കയ്യടി. ഓരോ ഫാമിലിക്കും വന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരമാണ്. അപ്പൊ വന്ന് ഫോട്ടോ എടുക്കുക. ഇത്രയും മനോഹരമായിട്ടുള്ള റിസോർട്ടിൽ വന്ന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ആംബിയൻസിൽ, ഈ ഒരു ഹാപ്പി മൊമെന്റിൽ നമ്മൾ ഫോട്ടോ എടുത്ത് മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മളെ ചക്രയും ഇജാസ് ഖാനെയും ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മളെ അൻഷിഫ് ഖാനെയും അതേപോലെ തന്നെ നമ്മളെ കുഞ്ഞോളെ ഒത്തിരി സ്നേഹത്തോടെ ഷിഫ്റ്റാക്ക് നേരത്തെ എന്തോ പറയാനുണ്ടായിരുന്നു എന്ന് പറയുന്നല്ലോ അല്ലെ? എനിക്ക് പറയാനുള്ളത് ഈ ഇൻഫ്ലുവൻസർമാരുടെ, അതായത് നൗഫലിനോടല്ല, നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരോടും കൂടിയാണ്. കുട്ടികളുടെ കാര്യത്തിൽ മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ മാണിക്യവുമായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോളൂ അല്ലേ? വി ആർ റെഡി ടു പ്ലേ. എന്തിനും ഏതിനും ഒരു ഭാഗത്ത് ഞാനും ഒരു ഭാഗത്ത് കുഞ്ഞോളും ഉണ്ടായിരിക്കുന്നതാണ്. വേദിയിൽ അല്പസമയം
പിന്നെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൻ്റെ ഒരു പാട്ടുണ്ടാവും. ആരും പോകരുത് കേട്ടോ. കാരണം ഇനി ഫുഡ് ചിലപ്പോൾ കുറവൈക്കാരം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ആരും പോരുത്, കുയിന്തടി പോരുത്. കാരണം വലിയ പരിപാടി ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ മസാലിക്കോ എവിടെയെങ്കിലും പോയിട്ട് നമ്മളെ ചെക്ക ഷാജാനുള്ള കാലത്തോളം നിങ്ങൾ ആരും ബേജാറാവണ്ട കേട്ടോ. അവൻ്റെ അടുത്ത് കാർഡും കാര്യങ്ങളൊക്കെ ഉള്ളതാ. മൈക്കജ്ജ് കുറച്ച് കഴിഞ്ഞിട്ട് വർത്താനം പറയാൻ എനിക്കിത് കിട്ടിയത്. ഇത് മണവാളം പണ്ട് കുഞ്ഞാനോട് ഇതാക്കി മാതിരി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാൻ ഇറങ്ങൂല. എന്താ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ഷാജഹാൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേറൊരു വെറൈറ്റി സർപ്രൈസ് ഉണ്ട്. അത് ഞാനിപ്പോൾ വെളിപ്പെടുത്തൂല, കാരണം വെളിപ്പെടുത്തി പിന്നെ സർപ്രൈസ് അറിയില്ലല്ലോ. അത് അപ്പോൾ വെളിപ്പെടുത്താം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ സ്വന്തം പാണ്ടിക്കാട് കുഞ്ഞാരോ ഫാമിലി ഒത്തിരി സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യാണ്. നല്ലൊരു കൈയടി. എയറിലല്ല, ബഹിരാകാശത്തല്ല, ചന്ദ്രന്റെ ഉള്ളിലാണ് കുഞ്ഞാത്തത്. നമ്മൾ പറയാൻ ഒറ്റന്നുള്ളൂ, കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത കുലുങ്ങൂല. ഇതെല്ലാത്തിലും വലുത് വന്നിട്ടുണ്ട് ചാനലിലും ഇതിലൊക്കെ, എന്നിട്ട് കുലുങ്ങിയിട്ടില്ല. പിന്നല്ല ഇപ്പൊ ഇതിലെ എന്താ പറയല്, എന്തായാലും ഞാൻ വന്നതിലും ഒരുപാട് സന്തോഷം. അത് മാത്രം പോരാ. ഇത് മാത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞാന് സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു പായല് കാശ്മീര് അല്ലേ 20 ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞാനും ഫാമിലി. കുഞ്ഞാൻ എന്താന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയാം. കുഞ്ഞാൻ എങ്ങനത്തെ ആളാണ്. കാരണം ഈ തൊള്ളിടുന്ന ആളല്ല ശരിക്കും കുഞ്ഞാൻ. കുഞ്ഞാൻ എന്താ വെച്ചാൽ ഒരു പച്ച പാവാണ്, ശരീരം മാത്രമുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. പിന്നെ സോഷ്യൽ മീഡിയ ആണ് പലതും ആളുകൾക്ക് പാട്ട്. ലാസ്റ്റ് നമ്മളെ പ്രിൻസ് സിനിമയിൽ ലാസ്റ്റ് ഒരു ഊർവശി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും റിലേറ്റ് ആണ്. കാരണം ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആദ്യം അങ്ങനെ തന്നെയല്ലേ, അയാളെ നിരപരാധിത്വം എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ ആദ്യമൊക്കെ ആളുകൾ അത് മനസ്സിലാക്കും. പിന്നീട് നിരപരാധിത്വം വരുമ്പോൾ ഈ സംഭവം ആരും കേൾക്കൂല, കള്ളരെന്നും കള്ളരാവും, അങ്ങനെയാണ്. പക്ഷെ കുഞ്ഞാൻ കള്ളറൊന്നുമല്ല, നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. പിന്നെ ഇപ്പൊ അടുത്ത് ഒരാൾ ജയിലിൽ ഇറങ്ങിയിട്ടുണ്ട് 5 മാസങ്ങൾക്ക് ശേഷം. എന്തിനാണ് പിടിച്ചതെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയോ? കൽക്കണ്ടം. അല്ലാത്ത ജാതി കൽക്കണ്ടം. അത് MDMA ആണ് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇന്നലെ ന്യൂസ് ഉണ്ടതില്. അതേമാതിരി ഒളുക്കൊന്നും ഇതാവൂല. ശരിയോ, എന്തായാലും പെട്ടെന്ന് ഡെലിവറി നടക്കട്ടെ. അതല്ലാതെ എനിക്കൊന്നും പറയല്ല. പക്ഷെ 2 കുട്ടികളാവട്ടെ, ടിൻസ്. അപ്പൊ ടോട്ടൽ 3. അൻഷിഫല്ല, അൻഷിഫിന്റെയും അപ്പുറത്തേക്ക് നമുക്ക് പോണം. ഒരു അംഗനവാടി കരിയിലാണ് തുടങ്ങണം നമുക്ക്, വേറെ ഒന്നും വേണ്ട. ടർഫ് തുടങ്ങിയിട്ട് കാര്യമില്ല, ഇവിടെ മൈതാനം തുടങ്ങും ഞങ്ങള്. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയടി. എല്ലാവരും കൂടി ചേർന്നൊരു ഫോട്ടോ അല്ലേ. എന്ത് പാട്ടാ ചെങ്ങാനക്ക് ഇന്റെതൊക്കെ വിച്ചുവാണ് നോക്കല്, എല്ലാ കാര്യങ്ങളും ഇതിനും. അപ്പൊ മൈക്ക് ഞാൻ വിച്ചുവിന് കൈമാറും.
പാട്ടോടെ അറിയില്ല. ആ 2 വാക്കാണെങ്കിൽ പറയാം. നൗഫൽ അടിപൊളിയാണ്, കണ്ണിൽ ഉണ്ണിയാണ്. നൗഫലിന്റെ പിന്നെ ഞങ്ങളതൊരു സർപ്രൈസ് വരുന്നുണ്ട്. എന്താന്നില്ല ഞാൻ പറയണില്ല. കുറച്ച് വിശേഷം വാവക്കല്ല വിശേഷം ഉണ്ടോന്നില്ല അറിയില്ല, ചോദിക്കണം. വാവരത്തി ചോദിച്ചോളൂ എല്ലാവരും. കല്യാണം കഴിഞ്ഞല്ലേ പിന്നത്തെ കല്യാണം എക്സസൈസ് ചെയ്യണേ. ആയിക്കോട്ടെ, ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ സെറ്റ് ചെയ്ത് മറ്റേ ഷാജാൻ എവിടെ? ഷാജാൻ കാക്ക, പിന്നെ അതേപോലെ നമ്മളെ നൗഫലിക്കാന്റെ കുട്ടീന്റെ ബർത്ത്ഡേക്ക് ഇവിടെ കൂടിയുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ കാക്ക അസ്സലാമു അലൈക്കും. അതെ, ഇപ്പൊ കളിക്കുന്നത് മൂപ്പരാണല്ലോ, അതുകൊണ്ടാണ് മൂപ്പര് പ്രത്യേകം എടുത്ത് പറഞ്ഞത്, വേറെ ഒന്നുമല്ല. നിരപരാധിയാണ്. കുഞ്ഞതിലൊരു ഇല്ല, സത്യം പുറത്ത് വരും, എന്തായാലും വരും. അതെല്ലാരും ഇങ്ങനെ പറഞ്ഞു ചെങ്ങായി. വയറൊക്കെ വെച്ച റിച്ചോ വയറ്. ഓക്കെ സെറ്റാണ്.
ഏതാണ്? രണ്ടുമ്മാർക്ക് ചായ. ആരാണ് വാപ്പേ? ഇതാർക്കപ്പ ചായ? ആ ചക്കരേന്റെ ഉമ്മാക്കും പിന്നെ എന്റെ ഉമ്മാക്കും വാപ്പ അതാ ചായ കൊണ്ട് പോവാണ്. എന്താണ്? ഇല്ല ചക്കരക്ക് കുടിക്കാൻ പാടില്ല, അവൾക്ക് ഷുഗറാ. മൊത്തം ഏതൊക്കെയാണ് ഫ്ലേവർ ഉള്ളത്? ഏതാണ്? ആ ഇറാനി ഫ്ലേവർ. ഓക്കെ, മിന്റ് ഉണ്ട്, സ്പൈസി മിക്സ് ഉണ്ട്, ലെമൺ ടീ ഉണ്ട്, ബ്ലൂ ടീയോ? ആ ബ്ലൂ ടീ ഉണ്ട്. ഇതാ ഗ്രീൻ ടീ. ആ സ്പൈസി മിക്സ് അല്ലേ. എനിക്കൊരു പിന്നെ ബ്ലൂ ടീ ആട്ടിക്കോ. ബാസി എന്തൊക്കെ വിശേഷം? സുഖല്ലേ ശിവമോളെ? ഹായ് പറ. കണ്ടിട്ട് ജ്യൂസ് ജ്യൂസ് വെച്ചിട്ട് എന്നാ ജ്യൂസ് വേണോ? ജ്യൂസ് വേണോ ശിവന്? ജ്യൂസ് വേണോ? അപ്പോ ശിവബേബിയും കൊടുക്കും. ആ ഇത് എനിക്കുള്ളത്. ബാസി വേണ്ട, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും സാധനം കുടിക്കില്ല? ഞാൻ കുടിച്ചിരിക്കണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തത് 1 മില്യന്റെ പരിപാടി അവിടെ സ്റ്റാർട്ട് ചെയ്യാനാട്ടോ. അപ്പൊ ആങ്കർ അൻഷിഫ് മൂലിക്കലൊക്കെ അവിടെ കാര്യമായിട്ട് വർത്താനം പറയും. നമ്മളെ അടുത്തതായി വേദിയിൽ കേക്ക് കട്ടിംഗ് 1 മില്യൺ പ്രമാണിച്ച് ഷാജഹാൻ അവതരിപ്പിക്കുന്ന കേക്ക് കട്ടിംഗ്. എല്ലാവരും സ്റ്റാൻഡേർഡ് നൗഫൽ ഉമ്മിനും മോനോ ഇങ്ങോട്ട് വാടാ. അന്റെ പരിപാടി കഴിഞ്ഞപ്പോ പോവാല പോറാണ് പോളി. ഇതെങ്കിലും Saru
ഇന്ന് ഗുരുവിനൊരു മംഗളം കൂടെ കളി പറഞ്ഞ് സ്വറ പറഞ്ഞു ഞങ്ങളും കുളിരും വധുവിനൊരു നല്ല തൊണ്ടറിഞ്ഞ് ചക്കരങ്ങളെ നോക്കി നിന്നതും പെണ്ണിനുള്ളിലെ ഇന്നല്ലേ അല്ലേ അല്ലയോ കൂടല് പലവട്ടം കാത്തിരിച്ചു ഞാൻ കോളേജ് മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ പലവട്ടം കാത്തിരിച്ചു ഞാൻ കോളേജ് മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ ഗെയ്സ് എങ്ങനെ പരിപാടി കഴിഞ്ഞു ചക്കരെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഒക്കെ സെറ്റായില്ലേ? പരിപാടിയൊക്കെ സെറ്റായി ഒക്കെ കഴിഞ്ഞ് കുഴങ്ങിട്ടോ ഇരുന്നിട്ട്. അപ്പോൾ 10:30 മണിയായപ്പോൾ ഒക്കെ ആളൊഴിഞ്ഞ പൂരപ്പുറമ്പുകാരിയായി. ഒരു പൂരം തീർന്നായിരുന്നേ. പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഫുഡൊക്കെ ഉഷാറായിരുന്നു അല്ലേ? ഫുഡൊക്കെ ഉഷാറായിരുന്നു. അപ്പോൾ ഇതാ ഇവരൊക്കെ അത് സെറ്റായിക്കൊണ്ട് നിൽക്കണുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്നാൽ പോവാം നമുക്ക് പോലെ. ആ കയറിക്കോളി കയറിക്കോളി. അല്ലാ സുഹൃത്തുക്കളെ, എനിക്കൊരു ചെറിയ സ്ഥലം തരേണ്ടതാണ് ആരെങ്കിലും ദയവ് ചെയ്ത്. ചക്കര എവിടുന്ന മുന്നിലിരിക്കുന്നുണ്ട്, ഉമ്മായും അതാ ബേക്കിലിരിക്കുന്നുണ്ട്. ആ അത് ശരി, ഞാൻ നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. വേണ്ട, വീട്ടിൽ കിടക്കണ സുഖം ഇവിടെ കിട്ടൂലമ്മ. അല്ല കേസ്. അപ്പം ഏതായാലും നമ്മളങ്ങനെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ 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 ബൈ.